ഇന്നിവന്റെ അവസാനമാണ്. എന്താ കുട്ടിച്ചാത്ത എന്നോട് കളിക്കരുത്, കുറെ പേര് പറഞ്ഞേക്കാം. ബ്ലേഡ് വരുന്നുണ്ട്, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഞാനതേ പറയൂന്ന് അയാൾക്ക് അറിയാം. സൂര്യനാരായണ ഇറങ്ങി വാടാ. എന്താ അലാവുദ്ദീന്? കരഞ്ഞ് കാല് പിടിച്ച് കടം പിടിച്ചപ്പോ എനിക്ക് ഭ്രാന്താണല്ലേ? നിനക്കെന്നെ ഭ്രാന്താശുപത്രി കിടത്തണല്ലേ? അകത്തില്ലാടോ, വിളിച്ചിറക്കണോ? ഇതിനു മുമ്പ് എത്ര തവണ ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് അവനിവിടെ ഇല്ല. അവനവിടെ പോയി? പുറത്തു പോയി. പുറത്തുനിന്ന് അകത്തേക്ക് വരില്ലേ? അവനെ ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. എനിക്ക് എന്റെ മുതലും പലിശ കിട്ടണം, ഭ്രാന്താശുപത്രി കിടന്ന കാശ് വേറെ കിട്ടണം. വരുമ്പോ പറയാം. ഞാൻ അവനെ കണ്ടിട്ടേ പോകും. താനിവിടെ നിന്നാ അവൻ പുറത്തേക്ക് വരില്ല. അല്ല, അവനിവിടെ ഇല്ലാന്ന്. ഞാനിവിടെ നിന്നാലേ പ്രശ്നമുള്ളൂ. ഞാൻ വരാണ്ടേ കയറി ഇരുന്നോളാം. ഒരു കാര്യം ചെയ്യാം, പുള്ളിക്കാരൻ ഈ മാസം കിട്ടിയ ശമ്പളം മതിയെങ്കിൽ ഞാൻ പോയി എടുത്തോണ്ട് വരാം. ആ ശരി, മതി. അത് ഞാൻ പലിശയിൽ വരച്ചേക്കാം. എന്നാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ശരി, വാ. ഇരിക്കെ. ആ തീയും തരൂ. ഇത് പിടിച്ചോ. ഇത്. ഓഹോ, മരുമോനൊക്കെ ചെറ്റയാണല്ലേ? ആ, ഞങ്ങള് പാരമ്പര്യമായിട്ട് തറവാടികളാ. ഇതാ അങ്ങനെയുടെ ഈ മാസത്തെ ശമ്പളം. മുഴുവൻ ചില്ലറായിരിക്കുമല്ലേ? സൂട്ട് കേസ് കൊണ്ടുവരാൻ മറന്നുപോയി. ഇതെന്താ ഇത്? ആടിന്റെ കുടല? ആളെ കളിയാക്ക ഒച്ചെടുത്ത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ എനിക്കറിയാം. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. തന്റെ ഒച്ച ഇനി ഇവിടെ പൊങ്ങിയാലേ ചൂലെടുത്ത് മുഖത്തടിക്കാൻ എനിക്കറിയാം. ഷോക്ക് അടിച്ചിട്ട് എനിക്കൊന്നും പറ്റിയില്ല. പിന്നെയല്ലേ തന്റെ ഒരു ചൂല്. വേണ്ടി വന്നാൽ നിരാഹാര വ്രതപ്പെട്ട് എനിക്ക് കിട്ടാനുള്ള സകല കാശ് കൊണ്ട് ഞാൻ പോകും. അതിനുള്ള ബിരിയാണിയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ഇത് നമ്മുടെ പഴയ ഡോക്ടർ അല്ലേ? എന്റെ അമ്മയെ ഷോക്ക്. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോ, അല്ലെ കറണ്ട് ബില്ല് കൂടും. ഇപ്പൊ എന്താ ചെയ്യാ? അയ്യോ, ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ? അയ്യോ, നീ എവിടെ പോയി വിളിക്കും? കാലമാണ്. പതുക്കെ കുറക്കട. ഇതേത് ശബ്ദം? ഞാൻ നേരത്തെ ഇട്ടായിരിക്കും. ഞാൻ സൂര്യനാരായണൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഇറങ്ങണോ പുറത്ത്? രാപകലില്ലാതുള്ള ജോലി മുഴുവൻ ചെയ്യിച്ചിട്ട് നെയ്യ പൈസ ശമ്പളം കൊടുക്കാത്ത കണ്ണി ചോരയില്ലാത്ത മനുഷ്യൻ നിങ്ങളാണല്ലേ? പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കണത്? പറ. 2-3 വയറിന് ആശ്രയം ആ മനുഷ്യനാ. ഇവള് പറഞ്ഞ് കറക്റ്റ് അല്ലേ? അതെ, ഇദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ ആരാ? ഞാൻ ഇദ്ദേഹത്തിനും സൂര്യനും വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഇവിടെ ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളൊന്നും പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വാടക വീടാണെങ്കിലും പോട്ടെ, എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ട് ഇവിടെ. അന്നന്നിട കഴിഞ്ഞു പോകുന്നത് പോലും വളരെ കഷ്ടപ്പെട്ടിട്ടാ. ഈ പ്രായത്തിനിടയില് അങ്ങേര് ഒരുപാട് ജോലികൾ ചെയ്തു. എന്ത് പ്രയോജനം? കാശുമില്ല, സന്തോഷമില്ല. പറ്റുമെങ്കിലും ഞങ്ങൾക്ക് തരാനുള്ള ശമ്പളം തന്ന് സഹായിക്ക്. ബാക്കി കുറച്ച് അഡ്വാൻസ് ആയിട്ട് തന്ന സൂര്യേട്ടൻ ജോലി ചെയ്ത് വീട്ടിക്കോളും. എല്ലാറ്റിനും ഞാൻ പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ സൂര്യനാരായണന്റെ ആരായിട്ട് വരും? ഭാര്യ. ഓഹോ, അമ്മ വിശക്കുന്നു, കഞ്ഞിതാ. കൊച്ചിന്റെ ഈ മാസത്തെ ഫീസ് പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 2 ദിവസമായി അവള് സ്കൂളിലും പോണില്ല. ഇത് പാട്ടുകാരൻ സൂര്യനാരായണന്റെ വീട് തന്നെയല്ലേ? അതെന്ന് ഭാര്യയും കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോ അവരെന്താ തിരിച്ചു പോയത്? ആ എടാ പട്ടി, നിന്നെ അല്ലടാ കുറങ്ങാം. പിന്നെ ഞാൻ പട്ടി നിന്നെ കൊരങ്ങാന്ന് വിളിച്ച ആളെ കാണിച്ചു തരാം. പിടിച്ചോ, കടിച്ചോ. അയ്യോ അയ്യോ, ഇവിടെ വരാനാ പറഞ്ഞു. എന്നെ തൊപ്പിക്കുന്നതാണോ നായിന്റെ പോലെ? ഞാനോ? നിന്നെ ഞാൻ എന്താ എന്താ ഡോക്ടർ പിന്നെ നായിന്റെ പോലെ വിളിച്ച്? അയ്യോ, ഷോക്ക്. ഇത് നമ്മൾ അലാവുദ്ദീനല്ലേ? അയാൾ എന്തിനാ ഓടുന്നത്? അയാളുടെ അസുഖത്തിന് ഒരു കുറവുമില്ല. ഏയ്, ഒരു കുറവുമില്ല. നീ ഓടാൻ വരട്ടെ. നീ എന്ത് പോക്കത്തിലൂടെ കാണിച്ചത്? അത് പിന്നെ നിങ്ങൾ ശമ്പളം തരാത്തോണ്ടല്ലേ. നിങ്ങൾ ചൂടാവൊന്നും വേണ്ട, സാധനങ്ങൾ തിരിച്ചു തന്നേക്കാം. എന്ത് സാധനം? അവിടുന്ന് അടിച്ചു മാറ്റിയത്. എന്തോന്ന്? സ്റ്റെത്തും മറ്റും അതൊക്കെ അടിച്ചു മാറ്റിയാ? ചെറിയ തോതില്. ഞാൻ ചോദിക്കാൻ വന്നു, തനിക്ക് ഭാര്യയുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ? ഒരു കൊച്ചുണ്ട്. ഉണ്ടല്ലോ. പിന്നെ എന്ത് കോപ്പിലാണ് ആ പെണ്ണിനെ ഇഷ്ടമാണ്, കെട്ടിക്കൊള്ളാന്നൊക്കെ പറഞ്ഞു? അത് പിന്നെ താൻ എന്നോട്
പതുക്കെ പറ. ഞാനാണ് ഇതിന് പെർമിഷൻ തന്നെന്ന് അയാൾ അറിയാൻ പാടില്ല. ഓ അങ്ങനെ ഉണ്ടല്ലേ. പിന്നെ അത് ശരി. ആരാ മുടിയും ബുദ്ധിയില്ലാത്ത ആള്? ജ്യോതിയുടെ അച്ഛനാ. ആഹാ, എങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് അയാളോട് പറയാം. എന്റെ ശമ്പളം എന്താ? നീ ഹോസ്പിറ്റലിലോട്ട് വാ, ചെക്ക് ഞാൻ വീട്ടിലോട്ട് അയച്ചിരുന്നു. ചെക്കോ? ഡിഡി ചെക്കും ഡി ഡി ഒന്നും വേണ്ട. ഡ്രാഫ്റ്റ് നീ ബാങ്കിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്തോ, ഞാൻ കൊറിയറിൽ അയച്ചു തരാം. മണി ഓർഡർ. ബാക്കി ഫണ്ട് കുട്ടിയുടെ പേരിൽ UTI ഇട്ടോ. സൂര്യ, നീ ഇനിയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക്.